നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരെണ്ണത്തിന് കൊടുക്കണം 500 രൂപ. ഡിമാൻഡ് കൂടിയതോടെ റബ്ബർ മാറ്റി കർഷകർ ഈ കൃഷിയിലേക്ക്. കാരണം ചക്കയുടെ വില ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ബഡ് ചക്കയ്ക്ക് കിലോയ്ക്ക് 80 രൂപയും നാടൻ ചക്കയ്ക്ക് 60 രൂപയുമാണ് വിൽപ്പന വില. 500 രൂപ കയ്യിലില്ലാതെ ചെറിയ ചക്ക പോലും ലഭിക്കില്ലെന്ന് സാരം. നേരത്തെ മൂപ്പ് കുറഞ്ഞ ചക്ക, ഇടിച്ചക്ക അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാനായി വിൽപ്പനക്കാർ എത്തി ചുളുവിലയ്ക്ക് ശേഖരിക്കുമായിരുന്നു. ഇപ്പോൾ വീട്ടുകാർ ഇടിച്ചക്ക കൊടുക്കാതെ മൂപ്പെത്തിച്ചാണ് കച്ചവടം ചെയ്യുന്നത്. ഒന്നിന് 200 രൂപ വരെ ലഭിക്കുന്നു. ചക്കയ്ക്ക് ഡിമാൻഡ് കൂടിയതോടെ വ്യാപകമായി ചക്ക കൃഷിയും തുടങ്ങിയിട്ടുണ്ട്. വിവിധ ഇനം ബഡ് പ്ലാവിൻ തൈകൾ ലഭ്യമാണ്. റബ്ബർ വെട്ടിമാറ്റി വൻതോതിൽ ചക്ക കൃഷി ഇറക്കാനും കർഷകർ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഗുണങ്ങളുടെ കലവറ: കാർബോഹൈഡ്രേറ്റുകൾ, നാരുകൾ, വിറ്റാമിൻ എ, സി, വിവിധ വിറ്റാമിനുകൾ എന്നിവയുടെ കലവറയാണ് ചക്ക. കാൽസ്യം, സിങ്ക്, ഫോസ്ഫറസ്, വിറ്റാമിൻ സി എന്നിവയുടെ ഒന്നാന്തരം ഉറവിടം. അതുകൊണ്ട് തന്നെ മികച്ച ആൻറ്റി ഓക്സിഡൻറ്റും ചക്കയിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. സോഡിയത്തിൻ്റെ അളവാകട്ടെ തീരെ കുറവും. ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിനും പ്രയോജനപ്രദമാണ്. കൊളസ്ട്രോൾ രഹിതമായ പഴമാണ്. കൊഴുപ്പില്ലാത്തതിനാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമാണ്. മറ്റ് ഫലവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹന പ്രക്രിയ സുഗമമാക്കും. വയറിളക്കവും മലബന്ധവും മാറ്റി ആശ്വാസമേകും. 5 ടേബിൾ സ്പൂൺ ചക്കയിൽ 1 കപ്പ് ചോറിന് സമാനമായ കാലറി അടങ്ങിയിരിക്കുന്നു. ചക്കപ്പഴത്തിലും ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്. ചർമ്മസുന്ദരമായ പ്രശ്നങ്ങൾക്ക് മികച്ച മരുന്നാണ്. പ്രായത്തെ ചെറുത്ത് തോൽപ്പിക്കാനും ചക്ക സഹായിക്കും. കുടൽ വ്രണത്തിനും നല്ലൊരു പ്രതിവിധിയാണ്. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങൾ ചക്കയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ ചക്ക കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല വില കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു പ്ലാവ് വെച്ച് കഴിഞ്ഞാലും ആ തടി വർഷങ്ങളാണ് നിൽക്കുന്നത്. ഒരു 100, 200, 300 വർഷമൊക്കെ നല്ല കൈഫലമായിട്ട് നിൽക്കും. നമുക്ക് ഒരു വട്ടം കായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മുറിച്ച് കളയുന്നത് വരെയും നമുക്ക് നല്ല ആദായം കിട്ടും. പിന്നെ തടി കൊടുക്കുമ്പോഴായാലും നല്ല വില കിട്ടുന്നുമുണ്ട്. ഇത്രയേറെ ഗുണങ്ങളാണ് ഈ ചക്ക ഈ പ്ലാവിലോട്ട് കർഷകരെ ആകർഷിക്കാനുള്ള ഒരു കാരണമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ പ്ലാവ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പരിപാലന ചെലവും വളരെ കുറവാണ്. വർഷാവർഷം ഇങ്ങനെ കായ്ച്ചുകൊണ്ടേയിരിക്കും. റബ്ബറിൻ്റെ വിലയിടിവും റബ്ബറിൻ്റെ ഉൽപ്പാദന കുറവും കർഷകരെ റബ്ബർ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. റബ്ബറിന് പകരം ഏത് കൃഷി ചെയ്യാമെന്ന് കർഷകർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും പല കൃഷിയിലോട്ട് മാറുന്നുണ്ട്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.